ശ്രീനി സത്യൻ കോംബോ എന്ന് പറയുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോംബോ ആണ്. ഇനി ഒരുമിച്ച് ആ ഒരു പേര് ടൈറ്റിൽ കാർഡിൽ ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് മലയാളികൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാർ ആ വിയോഗം എങ്ങനെയാന്ന് അത് ഉൾക്കൊള്ളുന്നത്? വാക്കുകൾക്ക് അപ്പുറത്താണ്. ശ്രീനിവാസൻ എന്ന് പറയുന്നത് ഞാൻ പറയും ശ്രീനിവാസൻ കൂടി ഉണ്ടാകുമ്പോഴാണ് ഞാൻ പൂർണ്ണനാവുന്നത് എന്ന് പറയും. ഞാൻ കംപ്ലീറ്റ് ആവുന്നത് ശ്രീനിവാസൻ കൂടി ഉണ്ടാകുമ്പോഴാണ്. അങ്ങനെയാണ് കുറേ വർഷങ്ങൾ, അതായത് എത്രയോ കൊല്ലങ്ങളായി. ടി പി ബാലഗോപാലൻ എം എ തൊട്ട് ഞാൻ പ്രകാശനാണ് പുള്ളിയുടെ ലാസ്റ്റ് സ്ക്രിപ്റ്റ്. അതുവരയ്ക്കും ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യും. ഈ വർക്ക് ചെയ്യാത്ത സമയത്തും ഒരു സൗഹൃദം എപ്പോഴും ഉണ്ടാകാറുണ്ടല്ലോ. ഇപ്പോൾ പുള്ളി അസുഖമായിട്ട് വന്നു കഴിഞ്ഞതിന് ശേഷവും ഞാൻ ഒരു 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ എന്നും പോയി കാണും. കാലത്തൊട്ട് വൈകുന്നേരം വരെ പുള്ളിയുടെ കൂടെ ഇരിക്കും. അതൊരു ധൈര്യമാണ്. കാരണം ശ്രീനിവാസൻ ഒരു റൈറ്റർ മാത്രമല്ല, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുനാഥൻ കൂടിയാണ്, സുഹൃത്താണ്, ഗുരുനാഥനാണ്. കാരണം ശ്രീനിയുടെ കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പഠിക്കുന്ന കുറേ പാഠങ്ങളുണ്ട്. അത് പഠിപ്പിക്കുന്നതല്ല, നമ്മൾ അറിയാതെ പഠിക്കുന്നത്. ഞാൻ വിനോദയാത്ര എഴുതുമ്പോഴും രസതന്ത്രം എഴുതുമ്പോഴൊക്കെ ആ പാഠങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ശ്രീനിവാസനിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ. അപ്പോൾ അത്തരം ഒരാളുള്ളത് ഒരു വലിയ ധൈര്യമാണ്. അപ്പോൾ ഏത് സിനിമയും ശ്രീനിവാസൻ അഭിനയിക്കാത്തതും ശ്രീനിവാസൻ എഴുതാത്തതുമായിട്ടുള്ള കഥകൾ പോലും ശ്രീനിവാസനായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രമാണ് ഞാൻ ഫിക്സ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഞാൻ പ്രകാശനിലെ വരെ ശ്രീനി തന്നെ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഹൃദയപൂർവ്വം ആ ഒരു തീം മനസ്സിൽ തോന്നിയപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു അഖിലിൻ്റെയാണ് ആ കഥ. അപ്പോൾ ആ കഥ അഖിൽ പറഞ്ഞ് ഞാനും അഖിലും അനൂപും അവർ രണ്ടുപേരും ഡയറക്ടേഴ്സ് ആയതുകൊണ്ട് എനിക്കവിടെ ഡിസ്കസ് ചെയ്യാൻ ആൾക്കാരാണ്. ഞങ്ങളതിന് ഫോം അയക്കിയതിന് ശേഷം ഞാൻ നേരെ ശ്രീനിവാസൻ്റെ അടുത്ത് ചെല്ലുകയും ശ്രീനിവാസൻ അത് അതിനെ ഫുൾ നെറേറ്റ് ചെയ്ത് കൊടുത്തിട്ട്, അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു ഇത് ഭയങ്കര രസമുള്ളതാണ്, ഫ്രഷാണ്, മോഹൻലാലിന് പറ്റുന്ന കഥയാണ് ഇപ്പോൾ ചെയ്തത്. അതൊരു ധൈര്യമാണ്. അപ്പോൾ ശ്രീനിവാസനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ശ്രീനിവാസൻ ചെയ്യാത്ത സിനിമകൾ പോലും ഞാൻ ചെയ്യാറുള്ളത്. ഇനി അങ്ങനെ ഒരാളില്ല. ഇനി ഞാൻ തന്നെ തീരുമാനിക്കണം ഒരു സിനിമ പ്ലാൻ ചെയ്തത്. പക്ഷേ എനിക്കൊരു തോന്നലുണ്ട്, ഞാനിപ്പോൾ ഒറ്റയ്ക്ക് തിരക്കഥ എഴുതാനിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുള്ളത് ശ്രീനിവാസൻ അപ്പുറത്ത് ഉണ്ടെന്നാണ്. ഇപ്പോൾ രസതന്ത്രം തൊട്ട് അല്ലെങ്കിൽ ഭാഗ്യദേവത ഇതൊക്കെ കഥ തുടരുന്നതൊക്കെ ഞാൻ തന്നെ എഴുതിയതാണ്. ശ്രീനി ആ സമയത്ത് തിരക്കിലായിരുന്നു. അപ്പോൾ ഞാനത് എഴുതാനിരിക്കുമ്പോൾ വിചാരിക്കും എൻ്റെ കൂടെ ശ്രീനിവാസനുണ്ട്, അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ടാണ് എഴുതുന്നതെന്നുള്ള വിചാരിച്ചിട്ട് സങ്കല്പിച്ചിട്ടാണ് എഴുതാറുള്ളത്. ഇനിയും ആ സങ്കല്പം തന്നെ കണ്ടിന്യൂ ചെയ്യണം. ശ്രീനിവാസൻ പോവില്ല, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ശ്രീനിവാസൻ മായില്ല.